നിർമ്മൽ എബ്രഹാം, വെരി ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്നലെ സംസാരിക്കുമ്പോഴുള്ള സാഹചര്യമല്ല, നമ്മൾ ഇന്നലെ സംസാരിച്ച് തീർന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും മിലിറ്ററി ഭാഷയിൽ പറഞ്ഞാൽ ലെവൽ 2-ലുള്ള എസ്കലേഷൻ സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളുടെ വിമാനത്താവളങ്ങളുടെ വ്യോമ പ്രതിരോധ ശേഷി അളക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യൻ സേനയുടെ കണക്കുകൂട്ടൽ. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. നയതന്ത്ര ചർച്ചകൾക്കുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ട് എന്നുള്ളതാണ് എൻ്റെ നേരിട്ടുള്ള ചോദ്യം. പക്ഷേ പാകിസ്ഥാനിലെ കാര്യങ്ങൾ കൂടി അങ്ങൊരു പക്ഷേ നിരീക്ഷിക്കുന്നുണ്ടാവും. പാകിസ്ഥാനിൽ അസീം മുനീർ അവിടെ അൺപോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ തെഹ്രീക്ക് ഇൻസാഫ് അവിടെ വലിയ പ്രതിഷേധത്തിലാണ് എന്നറിയുന്നു. നിലവിൽ പാകിസ്ഥാൻ ഗവൺമെൻറ്റിന് ഒരു ജനപിന്തുണ കിട്ടാത്ത സാഹചര്യം ക്വറ്റ ഒരു ഭാഗത്ത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പിടിച്ചടക്കി എന്ന് പറയുന്നു. അതായത് പാകിസ്ഥാൻ്റെ പടിഞ്ഞാറു ഭാഗത്തെ ഏകദേശം 40-42% വരുന്ന ബലൂചിസ്ഥാൻ പ്രദേശത്തിൽ പാകിസ്ഥാന് സമ്മർദ്ദമുണ്ട്. മറുഭാഗത്ത് ഇന്ത്യയുടെ അറേബ്യൻ സീയിൽ കറാച്ചി ലക്ഷ്യമിട്ടുകൊണ്ട് INS വിക്രാന്തും സൂറത്തും ഇന്നലെ നീങ്ങിയിരുന്നു. അതടക്കമുള്ള സമ്മർദ്ദം ഒരു ഭാഗത്തുണ്ട്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? രണ്ടു കാര്യങ്ങളാണ്. ഒന്ന്, ഇന്നലെ നടന്ന ഈ മിലിറ്ററി ആക്ഷനെ താങ്കൾ എങ്ങനെ കാണുന്നു? രണ്ട്, പാകിസ്ഥാൻ്റെ ഉള്ളിലുള്ള ഡെവലപ്മെൻറ്റ്സ് എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള ഈ സ്ഥിതിഗതികളെ നിയന്ത്രിക്കാൻ പോകുന്നത്? നിർമ്മൽ എബ്രഹാം. അല്ല, ഇവിടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ പാകിസ്ഥാനിൽ കുറേ നാളുകളായിട്ട് നടന്നില്ല. ഇപ്പോൾ ബലോചിസ്ഥാനിലാണെങ്കിലും സിന്ധ് മേഖലകളിലാണെങ്കിലും ഒക്കെ നടക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് തന്നെ നടന്നു വരുന്നതാണ്. ഇപ്പോൾ കുറച്ച് ഇൻറ്റൻസിഫൈ ചെയ്യുന്നു ഈ ഒരു അവസരം നോക്കി എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഞാനിപ്പോഴും പാകിസ്ഥാനെ കാണുന്നത് ഇന്നലെ ഒരു പാനലിസ്റ്റ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു റോഗ് നേഷൻ ആയിട്ടാണ്. അതുകൊണ്ട് അവരുടെ തിരിച്ചടി നാച്ചുറലി നമുക്ക് പ്രതീക്ഷിക്കാം ഏത് സമയത്തെ പോലെയും. അതിന് ഒരു വലിയ റീസൺ ഞാൻ കാണുന്നത്, ഇന്നിപ്പോൾ അമേരിക്ക ഇടപെടില്ല എന്ന് താങ്കൾ പറഞ്ഞു. അതിപ്പം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോഴത്തേക്കും അമേരിക്ക ഇടപെടുന്നതിനേക്കാൾ കൂടുതൽ ഏത് രാജ്യം പറഞ്ഞാലാണ് പാകിസ്ഥാൻ അടങ്ങിയിരിക്കുക എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൃത്യമാണ്. ചൈന പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ആ നിമിഷം എല്ലാം ഡ്രോപ്പ് ചെയ്യും. ഞാൻ ചെറു ക്രൂഡായിട്ട് പറയാം, ചൈന ഈസ് ഇൻ എ പൊസിഷൻ ടു സേ പാകിസ്ഥാൻ കോൾ മീ യുവർ ഡാഡി, ദാറ്റ്സ് വാട്ട് ദേ വുഡ് സേ. ആ ഒരു ലെവലിലാണ് ഇപ്പോൾ ചൈന. കാരണം അവരുടെ IMF-ഉം വേൾഡ് ബാങ്കും കഴിഞ്ഞ് ഏകദേശം 30% ഫണ്ടിങ് കൊടുക്കുന്ന രാജ്യമായി മാറി ചൈന. അവിടെ CPEC ഉൾപ്പെടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനുകളും സ്കീമുകളും അതുവഴി ഓടുന്നു. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ചൈന ഒരു വാക്ക് പറഞ്ഞാൽ പാകിസ്ഥാൻ നിർത്തേണ്ട ആവശ്യമേ ഉള്ളൂ. ആ ചൈന ഇരട്ടത്താപ്പ് കാണിക്കുന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. നേരത്തെ എൻ്റെ സംശയം ഒന്നുകൂടെ മൂർച്ഛിപ്പിക്കുന്നത്. കാരണം ചൈന ഒറ്റ വാക്ക്, ഇത് ഇത്രയും നാളായിട്ട് ചൈന പറഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ടുപേരും അടങ്ങൂ, എന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പറയുന്നു. പക്ഷേ അതേസമയം ചൈന ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഒരു വശം. രണ്ടാമത്തെ വശം, ഇന്ത്യ ഇന്നിപ്പം ചില സൂചനകൾ തന്നതനുസരിച്ച് എനിക്ക് മനസ്സിലാകുന്നത്, പ്രസ് മീറ്റിൽ നിന്ന് മനസ്സിലാകുന്നത്, കുറച്ചുകൂടെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ആക്ഷനിലേക്ക് ഇന്ത്യ നീങ്ങാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിലൊന്നാണ് IMF-ൽ ഇന്ത്യ പോയി റിക്വസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത്, പാകിസ്ഥാനെ ഫൈനാൻഷ്യലി പ്രഷർ ചെയ്യാൻ. പക്ഷെ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രാജ്യങ്ങൾ നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളത് ആ ഒരു സമയത്ത് അറിയാൻ പറ്റും. കാരണം IMF-ൽ പല ഡിസിഷൻസിനും എടുക്കുന്നത് താങ്കൾക്കറിയാവുന്ന പോലെ തന്നെ വോട്ടിംഗ് വെച്ചിട്ടാണ്. ഇതുപോലുള്ള ചെറിയ ലോൺ ഡിസ്പേഴ്സ്മെന്റ് പോലുള്ള ചെറിയ ഡിസിഷൻസിന് 50% വോട്ട് മതി. പക്ഷേ ഇന്ത്യക്ക് നിലവിൽ അവിടെ 2.6% റെപ്രസെൻറ്റേഷൻ അഥവാ വോട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ത്യക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റില്ല. കൂടെ അമേരിക്ക വേണം, ജപ്പാൻ വേണം. വലിയ വോട്ട് ഷെയറുള്ള ചൈന നമ്മുടെ കൂടെ നിൽക്കില്ല. അമേരിക്കയും ജപ്പാനും ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും UK-യും റഷ്യയും ബ്രസീലും എല്ലാം നമ്മുടെ കൂടെ നിന്നാൽ മാത്രമേ ഉള്ളൂ IMF-നടുത്ത് നമുക്ക് അത് റേസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ക്ലിയറൻസിലോട്ട് എത്തിക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല IMF-ഉം ചോദിക്കാൻ പോകുന്നത് അവിടുത്തെ ടെറർ സിറ്റുവേഷൻ അല്ല. IMF ചോദിക്കാൻ പോകുന്നത്, IMF പറയുന്നത് ഞങ്ങൾ പൈസ കൊടുക്കുന്നത് നിർത്തണമെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന പൈസ പാകിസ്ഥാൻ ടെറർ ഫണ്ടിങ്ങിനായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് ഞങ്ങൾക്ക് തരണം എന്ന് IMF റിക്വസ്റ്റ് ചെയ്യും. അത് കൃത്യമായിട്ട് ഇന്ത്യക്ക് കാണിക്കാൻ സാധിക്കണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിപ്ലോമാറ്റിക്കലി കുറച്ച് മാറ്റം അവിടെ വരും. പിന്നെ അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് അവിടെ ഇന്റേണലി എത്ര ഇഷ്യൂസ് ഇപ്പോൾ ഇത്രയും നാളുകളായിട്ട് നടക്കുന്നു, അവിടെ കണ്ടിന്യൂ ചെയ്യുന്നു. അവിടുന്ന് റിറ്റാലിയേഷൻ ഒരു റോഗ് നേഷൻ ആയതുകൊണ്ട് സാധാരണ നമ്മൾ ഭയന്നിരുന്നത് ഇന്ത്യക്കെതിരെയുള്ള ഒരു നീക്കം പാകിസ്ഥാനെ യുണൈറ്റ് ചെയ്യുമെന്നാണ്. ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആണെങ്കിലും തെഹ്രീക്ക് ഇൻസാഫ് ആണെങ്കിലും പാകിസ്ഥാനുള്ളിലെ ആർമിയിലെ വിമത വിഭാഗമാണെങ്കിലും ISI ആണെങ്കിലും ഇവരെല്ലാവരും ഒരുമിച്ച് ചേരും എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ ഇപ്പോൾ ഇതുവരെയും നമ്മൾക്ക് പാകിസ്ഥാനിലെ സ്ഥിതിഗതികൾ നോക്കുമ്പോൾ പാകിസ്ഥാൻ അങ്ങനെ ഒരു യൂണിറ്റി കാണാൻ കഴിയുന്നില്ല. പാകിസ്ഥാൻ പാർലമെന്റിൽ ഇന്നിപ്പോൾ ഷെഹ്സാദ് ഷെരീഫിനെ പ്രതിപക്ഷ MP ഭീരുവാണ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഇന്നലെ ഒരു MP വന്ന് പൊട്ടിക്കരയുന്നത് നമ്മൾ കണ്ടു. അതേപോലെ ഇമ്രാൻഖാന്റെ അനുയായികൾ തെരുവിലിറങ്ങുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഒരു യൂണിറ്റി, ഒരു ആന്റി ഇന്ത്യ യൂണിറ്റി പാകിസ്ഥാനിൽ ഉണ്ടായിട്ടില്ലേ?
തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് മാത്രമല്ല, ഇതിപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഓപ്പണായിട്ട് അസംബ്ലിയിൽ ഷഹബാസ് ഷെറീഫിനെതിരെ പറഞ്ഞു. അതേപോലെ തന്നെ ഇപ്പോൾ പൊട്ടിക്കരഞ്ഞ് കശ്മീർ വിഷയം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞ ആളെ നമ്മൾ കണ്ടു. ഇതെല്ലാം സൂചിപ്പിക്കുന്ന അകത്ത് ഇന്റേണലി ഇപ്പോൾ കോalition ഗവൺമെന്റ് ആണ്, നിങ്ങൾക്കറിയാവുന്ന പോലെ ആകെപ്പാട് 264-80 സീറ്റുകൾ മാത്രം വിജയിച്ചാണ് ഷഹബാസ് ഷെറീഫ് കയറിയത്. PPPയും PMPയും ഒക്കെ കൂടിയ ഒരു കോalitionആണ്. സോ അതുകൊണ്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി പൊളിറ്റിക്കലി ഡെഫിനറ്റ്ലി ഇമ്രാൻഖാനെതിരെ ഷഹബാസ് ഷെറീഫ് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ 2 വർഷത്തിൽ കണ്ടതാണ്. അതുകൊണ്ട് ഇത് പൊളിറ്റിക്കലി അവർ യൂട്ടിലൈസ് ചെയ്യുന്നത് നമുക്ക് ഗുണം ചെയ്യും. അതേപോലെ ബലോച്ചിസ്ഥാനിലാണെങ്കിലും സിന്ധ് മേഖലയിലാണെങ്കിലും പണ്ട് മുതൽ അവർ പറയുന്ന ഇന്ത്യ ഈ ബലോച്ചിസ്ഥാനെ ഇന്റലിജൻസ് വകയായിട്ടും അല്ലാതെ സഹായിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും ബലോച്ചിസ്ഥാനിൽ വളർന്നു വരുന്ന ആ ഒരു സെന്റൻസും അതേപോലെ ഇന്റേണൽ പോളിറ്റിക്സ് ഇമ്രാൻഖാന്റെ അല്ലെങ്കിൽ ഒപ്പോസിഷൻ പാർട്ടീസിന്റെ ഇന്റേണൽ പോളിറ്റിക്സ് ഇന്ത്യയെ സഹായിക്കും. പക്ഷെ എൻ്റെ കൺക്ലൂഷൻ ഇതാണ്, അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി പാകിസ്ഥാൻ നിർത്തുമെന്ന് കരുതേണ്ടിയതില്ല. ഇത് കണ്ടിന്യൂ ചെയ്തു പോകും. അത് തീർത്തും അൺഫോർച്ചുനേറ്റ് ആണ്. പക്ഷേ ഇന്ത്യക്ക് IMF-നെ പോലുള്ള ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഡിപ്ലോമാറ്റിക്കലി IMF-ന്റെ ഒക്കെ മുന്നിൽ അവതരിപ്പിച്ച് പാസ്സാക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് നമുക്ക് ഒന്നുകൂടെ ഗുണം ചെയ്യും. കാരണം ഇതെല്ലാം കപ്പിൾഡ് ആയിട്ട് $1 ഞാൻ കഴിഞ്ഞ വർഷങ്ങളിൽ പാകിസ്ഥാന് IMF-ൽ നിന്ന് കൊടുത്ത ഫണ്ടിന്റെ കണക്ക് നോക്കുകയായിരുന്നു. $5 ബില്യൺ അതിനുശേഷം $6 ബില്യൺ കൊടുക്കുന്നു. അങ്ങനെ ഏകദേശം $15 ബില്യൺ ഇതിനകം തന്നെ പാകിസ്ഥാന് കൊടുത്തു കഴിഞ്ഞു IMF എന്നുള്ളതാണ്. പക്ഷേ ഈ പണമൊക്കെ എന്ത് ചെയ്തു എന്നുള്ള വളരെ അടിസ്ഥാനപരമായ ചോദ്യമുണ്ട്. ഇപ്പോൾ 1.3 ഒരു ബെയിൽഔട്ട് പാക്കേജായിട്ട് വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ത്യ ശക്തമായിട്ട് അതിനെ എതിർക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു കോൺക്രീറ്റ് എവിഡൻസ് നമുക്ക് കൊടുക്കാൻ കഴിയണം. IMF-ൽ നിന്ന് എമൗണ്ട് റിലീസ് ചെയ്യുന്നു, അത് ടെററിസ്റ്റ് ആക്ടിവിറ്റികൾക്ക് ഫണ്ട് ചെയ്യുന്നു എന്നുള്ള എവിഡൻസ് കൊടുക്കാൻ കഴിയാത്ത പക്ഷം IMF സ്വാഭാവികമായും കൊടുക്കും. അതാണ് IMF-ന്റെ ചരിത്രം. അതെ, തീർച്ചയായിട്ടും. അത് മാത്രം പോരാ, ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യവും ഇപ്പോൾ ഈ ലോണ് കൂടാതെ തന്നെ FATF-നെ തിരിച്ച് സമീപിക്കുകയും കൂടെ ചെയ്യേണ്ടി വരും. കാരണം വെച്ചാൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ ലോൺസിലും അത് തൽക്കാലം കൊടുക്കാൻ പോകുന്ന കടു വേണ്ടെന്ന് വെക്കാനാണ് ഇന്ത്യ റിക്വസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഫ്യൂച്ചറിലേക്ക് അവർക്ക് ബ്ലാക്ക് ലിസ്റ്റോ ഗ്രേ ലിസ്റ്റോ ചെയ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ IMF-ഓ വേൾഡ് ബാങ്കോ ADB-യോ അവരെ സഹായിക്കില്ല എന്നൊരു സ്റ്റേജിലൂടെ എത്തിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. അതുകൊണ്ട് 2 രീതിയിൽ പാരലലി നോക്കണം. ഒന്ന്, IMF-ന്റെ മുന്നിൽ ഈ ഒരു കാര്യം ക്ലിയർ ചെയ്യാൻ പറ്റണം. FATF-നെ ഒന്നുകൂടെ സമീപിച്ച് ഗ്രേ ലിസ്റ്റ് ചെയ്യാനോ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനോ നോക്കണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എക്കണോമിക് പ്രഷർ കൂടെ വരുമ്പം ഇതെല്ലാം ഒരുമിച്ച് വരും. എക്കണോമിക് പ്രഷർ വരുമ്പോഴത്തേക്കും വീണ്ടും ഓപ്പോസിഷൻ പാർട്ടീസും ഈ പറയുന്ന ബലോച്ച് മേഖലകളിലൊക്കെ എല്ലാം കൂടെ ഒരുമിച്ച് സംഭവിക്കുമ്പോൾ ആ പ്രഷർ തീർച്ചയായിട്ടും ഷഹബാസ് ഷെറീഫിനെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഇന്ത്യ പാരലൽ ഈ പറഞ്ഞ ഡിപ്ലോമാറ്റിക് രീതിയിലും കൂടെ സഞ്ചരിക്കണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്.